UPSC സിവിൽ സർവീസ് എക്സാം 2024 പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെറ്റ് എയിലെ ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അനാലിസിസ് നമ്മൾ മിയർലി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് ഒരു അനാലിസിസ് മെട്രിക്സ് വെച്ചിട്ടാണ് പരിശോധിക്കുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു അനാലിസിസിലൂടെ കടന്നു പോകുമ്പോൾ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, എന്താണ് ചോദ്യത്തിൻ്റെ ലെവല്, നമ്മൾ ഏത് രീതിയിൽ എവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യണം എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അനാലിസിസ് മെട്രിക്സ് യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ അനാലിസിസ് മെട്രിക് എന്ന് പറഞ്ഞാൽ ഏത് സബ്ജക്റ്റിൽ നിന്നാണ് ചോദ്യം വന്നതെന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ജിയോഗ്രഫി ആയതുകൊണ്ട് ജിയോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ആ ഒരു ചോദ്യങ്ങളെ 3 കാറ്റഗറിയിലേക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമതാണ് ഈസി, രണ്ടാമത്തത് മീഡിയം, മൂന്നാമത്തത് ടഫ്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബുക്കുകൾ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടാവുന്ന ചോദ്യങ്ങളാണ് ഈസി കാറ്റഗറിയിലേക്ക് വരുന്നതുള്ളത്. അതായത് നമ്മൾ നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് റിവിഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻസ് കിട്ടും. മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഒരു ലെവലിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി നിങ്ങൾ തിങ്ക് ചെയ്യണം, കുറച്ചുകൂടി നിങ്ങൾ എക്സ്ട്രാ നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ ആ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ആ ഒരു സ്പെസിഫിക് സോഴ്സിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ, സ്വാഭാവികമായിട്ടും അത് സ്റ്റാൻഡേർഡ് ബുക്ക് ആയിരിക്കില്ല, സോഴ്സിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 ലെവലിലേക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിനെ തീരുമാനിക്കും. സ്വാഭാവികമായിട്ടും ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി പഠിച്ച് റിവിഷൻ ചെയ്താൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള ലിങ്കേജ് നമ്മൾ ചെക്ക് ചെയ്യും. അത് പ്യുവർലി കറണ്ട് അഫയേഴ്സ് ആണോ, അതായത് ജിയോഗ്രഫിയുടെ പെർവ്യൂവിൽ വരുന്ന സബ്ജക്ട് ടോപ്പിക് തന്നെയാണ്, പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സിലോ ഒന്നും തന്നെ മെൻഷൻ ചെയ്യാത്ത ഒരു ടോപ്പിക്കാണോ, അതാണ് പ്യുവർ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ചില ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിക്കിൽ, അതായത് ജിയോഗ്രഫിയിലൊക്കെ സ്റ്റാൻഡേർഡ് ബുക്കിൽ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതേ ടോപ്പിക്ക് തന്നെ വീണ്ടും കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുണ്ടാവും. അതാണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് UPSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇത്തരം ചോദ്യങ്ങളെ ഈ ഒരു CA റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് കാണുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. അടുത്തത് നമ്മൾ ലേണേഴ്സിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ മെറ്റീരിയൽസിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നോക്കും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്കിൽ നിന്നും എത്രമാത്രം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഓരോ ക്വസ്റ്റ്യനിലും മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇപ്പോൾ ജിയോഗ്രഫിയുടെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്ലാസ് 6 to 12 ന്യൂ NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊന്നും നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കിന് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഈ ഒരു സ്റ്റാൻഡേർഡ് ബുക്കാണ് നമ്മളിവിടെ NCERT എന്നായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ സെറ്റ് എയിലെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടുണ്ട്. ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് മോർ ബൈ ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ദാൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ് പറയുന്നത്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഇൻകമിംഗ് റേഡിയേഷൻ വന്നിട്ടാണ് അറ്റ്മോസ്ഫിയർ കൂടുതലായിട്ട് ഹീറ്റ് ചെയ്യുന്നത് റാദർ ദാൻ ഭൂമിയിൽ നിന്നുള്ള ടെറസ്ട്രിയൽ റേഡിയേഷനെ കുറിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കുമ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഭൂമി കൂടുതലായിട്ട് ഹീറ്റ് ചെയ്യുന്നത് ഫ്രം ദ ബോട്ടം ആണ്. അപ്പോൾ UPSC ഈ ഒരു ആശയത്തെ ബേസ് ചെയ്തിട്ട് മുൻപും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കേണ്ടതായിട്ട്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ ഗുഡ് അബ്സോർബേഴ്സ് ഓഫ് ലോങ് വേവ് റേഡിയേഷൻ. നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് പറയുമ്പോൾ, അതിൻ്റെ മെക്കാനിസത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ആൻസർ D ആണ് വരിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിതിൻ്റെ മെട്രിക്സിലേക്ക് നോക്കുവാണെങ്കിൽ ജിയോഗ്രഫിയിൽ നിന്നാണ് വന്നത്. സോ ജിയോഗ്രഫിയിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. കാരണം നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്കുകളിൽ കൃത്യമായിട്ട് NCERT പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ലേണേഴ്സിൻ്റെ ക്ലാസ്സിലും ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. NCERTയിലും നമുക്കിത് സോഴ്സ് കാണാൻ പറ്റും. കാരണം ലേണേഴ്സിൻ്റെ ക്ലാസ്സുകൾ NCERT ബേസ്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇത് ലേണേഴ്സിൻ്റെ ജിയോഗ്രഫി ക്ലാസ്സിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ടാണ്. ജിയോഗ്രഫിയിൽ നമ്മൾ ക്ലാസ് 31 ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഇൻസുലേഷൻ റിസീവ്ഡ്, അതായത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് വേവ് റേഡിയേഷൻസ് ആണ്. അതേസമയത്ത് എർത്ത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് ലോങ് വേവ് ഫോം ആണ്. ഇതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഇതാണ് ഹീറ്റിനെ ബിലോയിൽ നിന്നാണ് ഹീറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് സെക്കൻഡ് പേജിൽ വേഗം ചോദിച്ചാൽ ലോങ് വേവ് റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് പെർട്ടിക്കുലർലി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. എക്സാക്ട്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്വസ്റ്റ്യനിലുള്ള സെന്റൻസും
അതായത് ക്വസ്റ്റ്യനിലെ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് മോർ ബൈ ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ദാൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ ഗുഡ് അബ്സോർബേഴ്സ് ഓഫ് ലോങ് വേവ് റേഡിയേഷൻ. എക്സാക്ട്ലി സെയിം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആക്ച്വലി ഇത് NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. സോ NCERTയിൽ നിന്നാണ് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. ഈസി ക്വസ്റ്റ്യൻ ആണ്, NCERT എന്നാണ്, ലേണേഴ്സിന്റെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. ജിയോഗ്രഫി എന്നുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇതും അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ആണ്. സ്റ്റേറ്റ്മെന്റ് 1, thickness of the atmosphere at the equator is much greater as compared to troposphere is equator is much greater compared to poles എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി thickness of the troposphere is much higher at equator. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. At the equator heat is transported to great heights by strong convectional current. എന്തുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിന് ഇക്വേറ്ററിൽ ഹൈറ്റ് കൂടുന്നതെന്നാണ്, കാരണം അവിടെ സ്ട്രോങ് കൺവെക്ഷൻ കറണ്ട് ഉള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചൂസ് ചെയ്യാൻ പറ്റുള്ളത്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് എന്നുള്ളത്. സോ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. സോ ഇതിന്റെ മെട്രിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജിയോഗ്രഫിയിൽ നിന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലേണേഴ്സിന്റെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. NCERTയിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ലേണേഴ്സിന്റെ ക്ലാസ്സിൽ, അതായത് ഡേ 11ലുള്ള ക്ലാസ് 29 സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറിൽ പറയുന്നുണ്ട് ലോവർ മോസ്റ്റ് ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. thickness of the troposphere is greatest at the equator because heat is transported to great heights by strong convectional current. എക്സാക്ട്ലി സിമിലർ സെന്റൻസ് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. ഇത് ഡയഗ്രമാറ്റിക്കലി ഇവിടെ അത് റെപ്രസെന്റ് ചെയ്ത് പോളാർ ട്രോപ്പോസ്ഫിയർ എത്രയാണ്, ട്രോപ്പിക്കൽ ട്രോപ്പോസ്ഫിയർ എത്രയാണെന്നും അതുപോലെ വിന്ററിൽ എങ്ങനെയാണ്, സമ്മറിൽ എങ്ങനെയാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ക്ലാസ്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ഫ്രം ദ ക്ലാസ് ആണ്, ഡയറക്ട്ലി ഫ്രം NCERT ആണ്. ജിയോഗ്രഫി എന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യം ആക്ച്വലി വോൾക്കാനോയുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ വോൾക്കാനിസവുമായി ബന്ധപ്പെട്ടതാണ്. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്: pyroclastic debris, ash and dust, nitrogen compounds, sulfur compounds. How many of the above are the products of volcanic eruption? Volcanic eruption ഉണ്ടാകുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 4 വരുന്നതാണ്. സിമ്പിൾ ആൻസർ ആണ്, വളരെ സിമ്പിൾ ആണ്. വോൾക്കാനിസത്തെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിച്ച ആർക്കും കിട്ടുന്ന ഒരു ആൻസർ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ ജിയോഗ്രഫിയിൽ നിന്നുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, വളരെ ബേസിക്, വളരെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ദോ നിങ്ങൾക്ക് വോൾക്കാനിസത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും ഈ ചോദ്യത്തെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ലേണേഴ്സിന്റെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. NCERT എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വോൾക്കാനോസിനെ കുറിച്ച് ലേണേഴ്സിന്റെ ക്ലാസ് ഉണ്ട്, അതായത് ജിയോഗ്രഫിയിൽ 17ാമത്തെ ക്ലാസ് ആണ് വോൾക്കാനിസത്തെ കുറിച്ച്. അതിൽ പറയുന്നുണ്ട് വോൾക്കാനോ ഈസ് എ വെന്റ് ഓർ ഫിഷർ ഇൻ ദ ക്രസ്റ്റ് ഫ്രം വിച്ച് ലാവ, മോൾട്ടൺ റോക്ക്, ആഷ്, ഗ്യാസസ്, റോക്ക് ഫ്രാഗ്മെന്റ്സ് എറപ്റ്റ്. ആഷും ഗ്യാസസും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ്, അതാണ് ഒരു ഡൗട്ട് ഉണ്ടാവേണ്ട ഒരു സംഭവം, കാരണം പൈറോക്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് ഗ്യാസ് ആണെന്നുള്ളത് ഏത് ഗ്യാസ് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഗ്യാസ് എന്നുള്ളത് വോൾക്കാനോയുടെ അകത്ത് ഇന്ന ഗ്യാസേ വരുന്നുള്ളൂ എന്ന് മാത്രം നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറയില്ല. കാരണം ഭൂമിയുടെ അകത്തുള്ള എല്ലാ ഗ്യാസസും വോൾക്കാനോയിലൂടെ പുറത്തേക്ക് വരാം എന്നുള്ളതാണ്. സോ ഗ്യാസസിന്റെ മേലെ ഡൗട്ട് വേണ്ട. അതാണ് ഞാൻ പറഞ്ഞ ഒരു സിമ്പിൾ ലോജിക്കൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അതിൽ ആകെ പൈറോക്ലാസ്റ്റിക് എന്ന പേരിലാണ് ഡൗട്ട് ഉണ്ടാവേണ്ടതായിട്ടുള്ളത്. ആഷും ഡസ്റ്റും എന്തായാലും പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം. സോ പൈറോക്ലാസ്റ്റ് എന്ന വാക്ക് വളരെ വ്യക്തമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, NCERTയിലും മെൻഷൻഡ് ആണ്. സോ തേർഡ് ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് ഇൻഫറൻസസ് ഫ്രം ഐസോതെർമൽ മാപ്സ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. അതായത് ഐസോതെർമൽ മാപ്സിനെ കുറിച്ചിട്ട് NCERTയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐസോതെർംസ് ഡീവിയേറ്റ് ടു ദ നോർത്ത് ഓവർ ദ ഓഷ്യൻ ടു ദ സൗത്ത് ഓവർ ദ കോണ്ടിനെന്റ്. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഐസോതെർംസ് നോർത്തിലേക്കാണ് മൂവ് ചെയ്യുക ഓഷ്യൻസിൽ, അതേസമയത്ത് സൗത്തിലേക്കാണെങ്കിൽ കോണ്ടിനെന്റിലേക്കാണ് മൂവ് ചെയ്യുന്നതായിട്ടുള്ളത്. ദ പ്രസൻസ് ഓഫ് കോൾഡ് ഓഷ്യൻ കറണ്ട്, ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് കറണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഈ ഗൾഫ് സ്ട്രീമും നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് കറണ്ടും ഒന്നും തന്നെ കോൾഡ് അല്ല, ഇതെല്ലാം വാം കറണ്ടുകളാണ് ഓഷ്യൻ കറണ്ടിനെ കുറിച്ച് ബേസിക് ആയിട്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ സെലക്ട് ദ ആൻസർ യൂസിങ് ദ കോഡ് ബിലോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വൺ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. സോ ജിയോഗ്രഫിയിൽ നിന്നുള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ബേസിക് കൺസെപ്റ്റുകളാണ്. ഐസോതെർമിനെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഓഷ്യൻ കറണ്ടുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഐസോതെർമിന്റെ ഡീവിയേഷനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ലേണേഴ്സിന്റെ ക്ലാസ്സിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ NCERTയിലും വളരെ വ്യക്തമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ജിയോഗ്രഫിയിൽ
നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന 33ാമത്തെ ക്ലാസ്സിൽ ജാനുവരി ഐസോതേംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ NCERT എന്നുള്ള മാപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. NCERT വളരെ വ്യക്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ജാനുവരിയിലെ ഐസോതേംസ് ഡീവിയേറ്റ് ടു ദ നോർത്ത് ഓവർ ദ ഓഷ്യൻ ആൻഡ് സൗത്ത് ഓവർ ദ കോണ്ടിനെന്റ്. എക്സാക്ട്ലി ദ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എന്തുകൊണ്ടാണ് NCERT ഡയറക്റ്റ് പിക്ക് ചെയ്ത? അതുപോലെ തന്നെ ദിസ് ക്യാൻ ബി സീൻ ഓവർ ദ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് വാം ഓഷ്യൻ കറൻസ് മേക്ക് ദ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ വാമർ ആൻഡ് ഐസോതേംസ് ബെൻഡ് ടുവേർഡ്സ് ദ നോർത്ത് എന്നാണ്. വാം ഓഷ്യൻ കറൻസ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഇവിടെയുള്ള വാം ഓഷ്യൻ കറൻസ് ആണ് ഗൾഫ് സ്ട്രീമും അതുപോലെ തന്നെ നമ്മൾ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഒക്കെ. അപ്പോൾ ഓഷ്യൻ കറൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവും. സോ സിംപ്ലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ക്ലാസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ NCERT ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഈ വളരെ എളുപ്പത്തിൽ ഈസിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ വെൽ നോൺ ഫോർ ദ 2 ലാർജസ്റ്റ് കൊക്കോ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ്. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സാക്ട്ലി നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 രാജ്യങ്ങൾ ഏതാണെന്ന് എക്സാക്ട്ലി അറിയെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ അൾജീരിയ, മൊറോക്കോ, ബോട്സ്വാന, നമീബിയ, കോട്ട് ഡി-ഐവറി, ഘാന, മഡഗാസ്കർ, മൊസാംബിക്, ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. സോ സ്വാഭാവികമായിട്ടും ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് കരുതാം, 5ാമത്തെ ക്വസ്റ്റൻ ആയിട്ട് കരുതാം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വളരെ ടഫ് ക്വസ്റ്റൻ ആണ്. ബിക്കോസ് എക്സാക്ട്ലി ദ സെയിം ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യൻ കാറ്റഗറി ടഫിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യനിൽ 4 ഈസിയാണ്. ഒന്നാമത്തെ ഫസ്റ്റ് ടഫ് ക്വസ്റ്റ്യൻ. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്യുവർലി ഫ്രം ദ കറണ്ട് അഫയേഴ്സ് ആണ് വന്നിരിക്കുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് NCERT-ലോ ലേണേഴ്സിന്റെ ക്ലാസ്സിലോ ഇത് മിസ്സായിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് അനാലിസിസിൽ ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഫെബ്രുവരി 21, 2024 ദ ഹിന്ദു ന്യൂസ് പേപ്പറിലല്ല, ഈ എഡിഷൻ ഇൻ ദ സെൻസ് അവരുടെ ഡിജിറ്റൽ എഡിഷനിലെ വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്തയാണ്. പ്രൈസസ് ഓഫ് ദി കൊക്കോ ബീൻ ഷൂട്ട് അപ്പ് ടു ഓൾ ടൈം ഹൈ ഡ്യൂ ടു ഷോർട്ട് സപ്ലൈ. മേജർ കൊക്കോ പ്രൊഡ്യൂസർ ഐവറി കോസ്റ്റ് ആൻഡ് ഘാന. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മനസ്സിലാക്കാൻ പറ്റും ദ ഹിന്ദുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് ദ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതായിട്ടുള്ള ചില ന്യൂസുകൾ വിട്ടുപോകാം. ബട്ട് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓവറോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബട്ട് ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ന്യൂസ് ആണ്. 2024 ഫെബ്രുവരി 21 ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഇതിൽ നിന്നാണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു വാർത്ത ചോദ്യം എന്ന് വെച്ചാൽ with reference to the Himalayan rivers joining the Ganga downstream of Prayagraj from west to east, which of the following sequence are correct എന്നുള്ളതാണ്. അതായത് ഗംഗയുടെ ട്രൈബ്യൂട്ടറീസിന്റെ പേര് തന്നിട്ടുണ്ട്, ഇതിനെ വെസ്റ്റ് ടു ഈസ്റ്റ് എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സീക്വൻസ് ഗോമതി, ഗാഗ്ര, ഗന്ദക്, കോസി എന്നുള്ളതാണ്. ഇത് ഒരു ഈസി ക്വസ്റ്റൻ ആണെന്ന് വെച്ചാൽ ഈസി ക്വസ്റ്റൻ ആണ്. കാരണം നമ്മൾ പ്രധാനമായിട്ടും 3 മെയിൻ റിവർ സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇൻഡസ്, അതുപോലെ തന്നെ ഗംഗ, അതുപോലെ തന്നെ ബ്രഹ്മപുത്രനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അതിൻ്റെ ട്രൈബ്യൂട്ടറീസ് ഓർത്ത് വെക്കണം, അതിൻ്റെ സീക്വൻസ് ഓർത്ത് വെക്കണം എന്ന്. സോ ആ ഒരു 3 സിസ്റ്റംസ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പെരിനിയൽ റിവേഴ്സ് അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മൾ അത്ര സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാറില്ല. ബട്ട് ഈ 3 റിവർ സിസ്റ്റത്തിന് ഓർത്ത് വെക്കാൻ പറയാറുണ്ട്. സോ ഈ 3 റിവർ സിസ്റ്റം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ ഈസി ക്വസ്റ്റൻ. ബിക്കോസ് NCERT-ൽ കൊടുത്തിട്ടുണ്ട്, എവിടെ നിങ്ങൾ ഗംഗാ റിവർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചാലും കിട്ടും എന്നുള്ളതാണ്. സോ ജിയോഗ്രഫി എന്നുള്ള 6th ക്വസ്റ്റൻ ആണ്, ഈസി ക്വസ്റ്റൻ ആയിട്ടാണ് ഞാൻ പെടുത്തിയിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ എന്തായാലും ആ 3 എണ്ണത്തിൻ്റെ ട്രൈബ്യൂട്ടറീസ് അതിൻ്റെ സീക്വൻസ് പഠിച്ചിട്ടുണ്ടാവണം, നമുക്ക് ഐഡിയ ഉണ്ടാവണം എങ്ങനെയാണ് റിവർ സിസ്റ്റം പോകുന്നത് എന്നുള്ളത്. സോ ലേണേഴ്സിൻ്റെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, NCERT-ലും ഇത് വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ലേണേഴ്സിൻ്റെ ക്ലാസ്സിൽ 68ാമത്തെ ക്ലാസ് ആണ് ഗംഗ റിവർ സിസ്റ്റത്തെ സംബന്ധിച്ച്, ഗംഗ ഡ്രെയിനേജ് സിസ്റ്റത്തെ കുറിച്ച്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മാപ്പിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഗംഗയിലേക്ക് ഗോമതി, ഗാഗ്ര, ഗന്ദക്, കോസി, അതായത് സീക്വൻസ് ഗോമതി, ഗാഗ്ര, ഗന്ദക്, കോസി ആണുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് കാണും. അപ്പോൾ ഈ ഒരു സീക്വൻസ് ആ ഒരു സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓർത്ത് വെക്കണം, ഈ ഒരു സീക്വൻസ് ഓർത്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക. ഗംഗ ഡ്രെയിനേജ് സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ബേസിക്കലി ഈ 3 റിവർ സിസ്റ്റത്തിൻ്റെ ട്രൈബ്യൂട്ടറീസ് അതിൻ്റെ സീക്വൻസ് ഒക്കെ ഓർത്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ യമുന ഇതിൻ്റെ ഒന്നാണ്, യമുനയുടേതും കൂടെ ഓർത്ത് വെക്കാൻ വേണ്ടി പറയാറുണ്ട്. ബിക്കോസ് ഈ ഏരിയയിൽ നിന്ന് UPSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യത്തെ ഞാൻ സിമ്പിൾ ആയിട്ടാണ് കരുതിയിട്ടുള്ളത്. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിംഗ് ഓഫ് റോക്സ്. വെതറിംഗ് എന്ന് പറഞ്ഞ സംഭവം, അതായത് റോക്കുകൾ പൊടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് റെയിൻഫാൾ ഒരു കാരണമാണെന്നുള്ള സിമ്പിൾ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റെയിൻ വാട്ടർ കണ്ടെയ്ൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സൊല്യൂഷൻ. കാർബോണിക് ആസിഡ് എന്ന് പറയും, ഇത് ആസിഡ് റെയിനിന് കാരണമാകാം എന്നൊക്കെ നമ്മൾ പറയാണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റെയിൻ വാട്ടർ കണ്ടെയ്ൻ ഡിസോൾവ്ഡ് ഓക്സിജൻ, അറ്റ്മോസ്ഫിയർ ഓക്സിജൻ, ദാറ്റ് ഇസ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് വിളിക്കും. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? ബോത്ത്
2 and 3 ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണ്. അത് രണ്ടും സ്റ്റേറ്റ്മെൻറ്റിന് 1 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോന്ന്. അപ്പോൾ വെതറിങ് നടക്കണമെന്നുണ്ടെങ്കിൽ കാർബോണിക് ആസിഡ് സൊല്യൂഷൻ വെതറിങ്ങിന് കാരണവും പഠിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഓക്സിജനും എന്തുണ്ട് വെതറിങ്ങിന് കാരണമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഇതിന് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. സോ ഈ ഒരു ചോദ്യത്തെ ഞാൻ ജിയോഗ്രഫിയിൽ അല്ല 7th ക്വസ്റ്റൻ ആണ്. സോ ഇതിനെ ഈസി കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ചോദ്യം വന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ലേണേഴ്സ് കവർ ചെയ്ത് കറണ്ട് അഫയേഴ്സും ലേണേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാറ്റിക്കിൽ NCERT എന്നുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് വെതറിങ്ങുമായി ബന്ധപ്പെട്ട്. സോ അതും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റിക് എന്നുള്ളൊരു ചോദ്യമാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ജോഗ്രഫിയുടെ ക്ലാസ് നോക്കി കഴിഞ്ഞാൽ ക്ലാസ് 22 ജിയോമോർഫിക് പ്രോസസ്സിൽ വെതറിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് വെതറിങ്ങിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സാണ് കാർബണേഷൻ, ഹൈഡ്രേഷൻ, വെള്ളത്തിൻ്റെ പ്രസൻസ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻ ബൈ ഓക്സിജൻ ഒക്കെയാണ് നടക്കുന്നത്. മറ്റ് ആസിഡ്സ് ആണ്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കെമിക്കൽ വെതറിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കെമിക്കൽ വെതറിങ് ഈസ് എ പ്രോസസ് ബൈ കെമിക്കൽ റിയാക്ഷൻ. ഇതിലെന്താണ് വെൻ അയൺ ഇൻ റോക്സ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഇറ്റ് ഫോംസ് ടു അയൺ ഓക്സൈഡ്. അതായത് ഓക്സിജൻ വെതറിങ്ങിന് കാരണമാവുന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടാവും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്സിജൻ അയണിനെ കൊറോഡ് ചെയ്യും. അതായത് ഈ റോക്കിൽ അയൺ ഉണ്ടെങ്കിൽ അതിനെ കൊറോഡ് ചെയ്യും. അതുപോലെ തന്നെ കാർബണേറ്റ് ഈസ് എ മിക്സിംഗ് ഓഫ് വാട്ടർ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു മേക്ക് കാർബോണിക് ആസിഡ്. ഇതും വെതറിങ്ങിന് കാരണമാവും. എക്സാക്ട്ലി ഈ ഒറ്റ സ്ലൈഡിൽ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഭാഗം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആ ചോദ്യം വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്, കറക്റ്റ് സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഇത് ഓൾറെഡി കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മാർച്ച് 10, 2024 CO2 ഫ്രം കെമിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കറണ്ട് അഫയേഴ്സ് അനാലിസിസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിലിംസിന് ഇത് ചോദിക്കും എന്നൊരു സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി കെമിക്കൽ വെതറിങ്ങും CO2ൻ്റെ റിലേഷനെയും കുറിച്ചാണ് ആക്ച്വലി ഇവിടെ പറഞ്ഞത്. സോ എങ്ങനെയാണ് CO2 ഇവിടെ റെയിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അസിഡിക്കായി മാറുന്നതും അതെങ്ങനെയാണ് റിയാക്ഷന് കാരണമാവുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് വെതറിങ്ങിൽ നിന്ന് ചോദ്യം വന്നതെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സ്റ്റാറ്റിക് റിലേറ്റഡ് ആണ്. സോ ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാറ്റിക് ഒന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 8ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് countries Finland, Germany, Norway, Russia. How many of the above countries have border with North Sea എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾക്ക് മാത്രമാണ് എന്ത് നോർത്ത് സീയുമായിട്ട് ബോർഡറിങ് വരുന്നതായിട്ടുള്ളത്. സോ ഓൺലി 2 ആണ്. ജർമ്മനി, നോർവേ ആണ് ആൻസർ ആയിട്ടുള്ളത്. ഫിൻലൻഡിനും റഷ്യക്കും വരുന്നില്ല. അപ്പോൾ ഈ ചോദ്യം ഞാൻ സിമ്പിൾ ആയിട്ടാണ് പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ ജോഗ്രഫിയിൽ സ്റ്റാറ്റിക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഓപ്പൺ സീസിനെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. അതിൻ്റെ ബോർഡറിങ്ങിനെ കുറിച്ച് പഠിക്കും. അതായത് മാപ്പ് സ്റ്റഡി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റാറ്റിക്കിൽ നോർത്ത് സീനെ കുറിച്ചിട്ട്, മറ്റ് കാസ്പിയൻ സീനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് സീനെ കുറിച്ച്, മെഡിറ്ററേനിയൻ സീനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. സോ ജോഗ്രഫി എന്നുള്ള 8ാമത്തെ ചോദ്യമാണ്. അതിലെ ഈസിയിലെ 7ാമത്തെ ചോദ്യമാണ്. കാരണം ഒരു ചോദ്യം ടഫായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യുന്നത് 7ാമത്തെ ഈസി ക്വസ്റ്റൻ ആണ്. ലേണേഴ്സ് ഇത് സ്റ്റാറ്റിക്കിലും കവർ ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സിലും കവർ ചെയ്തിട്ടുണ്ട്. ഇത് CA റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചത്. ബിക്കോസ് നോർത്ത് സീ വാർത്തകളിൽ ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. സോ NCERT എക്സാക്ട്ലി നോർത്ത് സീനെ കുറിച്ച് മെൻഷനിങ് ഇല്ല. നമ്മൾ NCERTക്ക് എക്സ്ട്രാ ആയിട്ട് മാപ്പ് സ്റ്റഡി സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ നോർത്ത് സീനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലേണേഴ്സിൻ്റെ ക്ലാസ് നോക്കി കഴിഞ്ഞാൽ ഇതാണ് മാപ്പ് സ്റ്റഡി പോർഷൻ. ഏറ്റവും ലാസ്റ്റ് ആണ് എടുത്തത്. ജിയോഗ്രഫിയിൽ 108 അതായത് യൂറോപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് യൂറോപ്പിൻ്റെ പ്രദേശത്തുള്ള ഓപ്പൺ സീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നമ്മൾ നോർത്ത് സീയുടെ മാപ്പും അതിൻ്റെ ബോർഡറിംഗ് കൺട്രീസും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ബോർഡറിംഗ് കൺട്രീസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നോർവേനെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും, നമുക്ക് ജർമ്മനീനെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, മറ്റ് രാജ്യങ്ങൾ റഷ്യ വരുന്നില്ല, അതുപോലെ തന്നെ ഫിൻലൻഡും വരുന്നില്ല എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ നോർത്ത് സീനെ കുറിച്ച് നമ്മൾ സ്റ്റാറ്റിക്കിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ സീസിനെ കുറിച്ചും ഓരോ കോണ്ടിനെൻസിനെ കുറിച്ചും ഓഷ്യൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി കറണ്ട് അഫയേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ August 22, 2023 കറണ്ട് അഫയേഴ്സിൽ വാട്ട് ആർ ദ കൺസേൺസ് അബൌട്ട് ഡ്രില്ലിംഗ് ഇൻ ദ നോർത്ത് സീ എന്ന് പറഞ്ഞിട്ട് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു, വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. നോർത്ത് സീ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ തന്നെ നമ്മൾ നോർത്ത് സീ അതിൻ്റെ ബോർഡറിംഗ് കൺട്രീസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോർവേയും ജർമ്മനിയും ഇവിടെ കാണാൻ പറ്റും. സെയിം മാപ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോർഡറിംഗ് കൺട്രീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ടാണ് August 2023 ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ളതെന്നും കൂടെ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആണ്, സ്റ്റാറ്റിക്കലും കവർ ചെയ്തിട്ടുണ്ട്. NCERTയിൽ ഈ ഒരു പോർഷൻ വന്നിട്ടില്ല, ബട്ട് ഈസി ക്വസ്റ്റൻ ആണ്. 2 സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട്.
അടുത്തൊരു ചോദ്യം, 9ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ കൺസിഡർ ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. ദുവാന്തർ, മാൽവ, നർമ്മദ, അതായത് വാട്ടർഫോൾ, റീജിയൻ, റിവർ ആണ്. കുന്ദ്രു, ചോട്ടാ നാഗ്പൂർ, സുബർണരേഖ, ജെർസോപ്പ, വെസ്റ്റേൺ ഘാട്ട്, നേത്രാവതി. അങ്ങനെ 3 ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ് വേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് മാച്ച് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഫ്രം NCERT ആണ്. ഇത് ഡയറക്ട്ലി NCERT എന്നുള്ളതാണ്. അപ്പോൾ ഇതും NCERTയിൽ മെൻഷൻഡ് ആണ്. ബട്ട് ഈ ഒരു ജെർസോപ്പ എന്ന് പറയുന്നത് ജോഗ് ഫാളിന്റെ മറ്റൊരു പേരാണ്. NCERTയിൽ ജോഗ് ഫാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിവറിന്റെ പേര് നേത്രാവതി അല്ല. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഇത് ആക്ച്വലി മാൽവ പ്ലാറ്റ്യൂ അല്ല, അമർകണ്ടക് പ്ലാറ്റ്യൂ ആണ്. ഓക്കെ, ഇതും NCERTയിൽ മെൻഷൻ ആണ്. സോ NCERTയിൽ നിന്ന് നമുക്ക് പാർഷ്യൽ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് ചെറിയ ലിങ്ക് ഉണ്ട്. ബിക്കോസ് നർമ്മദ റിവർ വാർത്തകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും നർമ്മദ റിവർ വാർത്തയിൽ വരുമ്പോൾ നർമ്മദ റിവർ ഏത് സ്ഥലത്തു നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് ഏത് റിവറിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കും. വാട്ടർഫോൾ എക്സാക്ട്ലി നമ്മൾ ഓർത്ത് വെച്ചില്ലെങ്കിലും നർമ്മദ ഏത് പ്ലാറ്റ്യൂ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും, അമർകണ്ടകാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വെസ്റ്റേൺ ഘാട്ടിൽ ഓക്കെയാണ്. ജെർസോപ്പ ജോഗ് ഫാൾ ആണെന്ന് അറിയെങ്കിൽ മാത്രമേ നമുക്കിത് ഇത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ബട്ട് ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ഇതിനെ നമുക്കൊരു ഈസി കാറ്റഗറിയിലേക്ക് പെടുത്താൻ വേണ്ടി പറ്റില്ല. സോ ഞാൻ ഈ ചോദ്യത്തെ ഈസി കാറ്റഗറിയിലേക്കല്ല പെടുത്തിയത്, ഞാൻ ഇതിനൊരു മീഡിയം ലെവലിലേക്കാണ് പെടുത്തിയത്. ബിക്കോസ് നിങ്ങൾ ഒരു ലെവൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ജോഗ്രഫിയിൽ നിന്നുള്ള 9ാമത്തെ ചോദ്യമാണ്, മീഡിയം ലെവൽ ക്വസ്റ്റൻ ആണ്. ഭയങ്കര ടഫാണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് നമുക്ക് അത്യാവശ്യം പാർഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്. ആ പാർഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് CA റിലേറ്റഡ് ആണെന്ന് വെച്ചാൽ ഓൾറെഡി നർമ്മദ റിവർ ഒക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. സോ CA റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. സോ CAയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ലേണേഴ്സിന്റെ ക്ലാസ്സിൽ ഇത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. NCERTയിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ലേണേഴ്സിന്റെ ക്ലാസ് നോക്കി കഴിഞ്ഞാൽ റിവർ സിസ്റ്റം, നർമ്മദ റിവർ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് പെനിൻസുലാർ റിവർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നർമ്മദ ഒറിജിനേറ്റ്സ് ഫ്രം അമർകണ്ടക് പ്ലാറ്റ്യൂ എന്ന് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സർദാർ സരോവർ ഡാം ഇതിലാണ് കളക്ട് ഉള്ളത് എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷനെ നമുക്ക് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് സർദാർ സരോവർ ഡാമുമായി ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സർദാർ സരോവർ ഡാം വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നർമ്മദ റിവറിനെ കുറിച്ച് പഠിക്കും. നർമ്മദ റിവറിന്റെ ഒറിജിനൽ റിവർ. സോ കറണ്ട് അഫയേഴ്സ് ലിങ്കാണ് ഇത്. 6 ഏപ്രിൽ 2024 ഈ ഒരു ടോപ്പിക് വന്നത്. ഇനി നമ്മൾ പ്ലാറ്റ്യൂല്, ഇത് ലേണേഴ്സിന്റെ ക്ലാസ് ആണ്. പ്ലാറ്റ്യൂസിനെ സംബന്ധിച്ച് ക്ലാസ് 27 പ്ലാറ്റ്യൂ NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇതിൽ കുന്ദ്രു ഫോൾസിനെ കുറിച്ച് പറയുന്നത് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്നാണ്, സുബർണരേഖയാണ്. അതായത് സെക്കൻഡ് ഓപ്ഷൻ എക്സാക്ട്ലി ഫ്രം NCERT ആണ്. ഇത് നമുക്ക് ഈസിലി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാം. കുന്ദ്രു ഫോൾസ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ്. എവിടെ നിന്നാണ്? സുബർണരേഖ നദിയാണ്. സോ സെക്കൻഡ് ശരിയാണ്, 1 തെറ്റാണെന്ന് മനസ്സിലാക്കി. 3ാമത്തെ പറയുന്നത് ജോഗ് ഫോൾസ് കർണാടക ശരാവതി റിവർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജോഗ് ഫോൾസിന്റെ മറ്റൊരു പേരാണ് ജെർസോപ്പ എന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രമേ ആ 3ാമത്തെ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഒരു ക്യാച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം തേർഡ് കാറ്റഗറി ആയിട്ടുള്ള സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യനിലേക്ക് മാറിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈസി, എന്താണ് മീഡിയം എന്നുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടാണ്. സോ മീഡിയം ലെവലിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ 10ാമത്തെ ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ: റീജിയൻ, നെയിം ഓഫ് ദ മൗണ്ടെയിൻ റേഞ്ച്, ടൈപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. സെൻട്രൽ ഏഷ്യ വോസ്ജസ് ഫോൾഡ് മൗണ്ടെയിൻ, യൂറോപ്പ് ആൽപ്സ് ബ്ലോക്ക് മൗണ്ടെയിൻ, നോർത്ത് അമേരിക്ക അപ്പാൽച്ചിയൻ ഫോൾഡ് മൗണ്ടെയിൻ, സൗത്ത് അമേരിക്ക ആൻഡീസ് ഫോൾഡ് മൗണ്ടെയിൻ. വളരെ ബേസിക് ആയിട്ടുള്ള മൗണ്ടെയിൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ മൗണ്ടെയിൻ ബിൽഡിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് മൗണ്ടെയിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിൾസിനെ കുറിച്ച് പഠിക്കുന്നത് NCERTയിൽ മെൻഷൻ ആണ്. സോ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ ആദ്യം വോസ്ജസ് സെൻട്രൽ ഏഷ്യയിലല്ല, തെറ്റിപ്പോയി. ഓക്കെ, അതുപോലെ തന്നെ ആൽപ്സ് എന്ന് പറഞ്ഞത് ബ്ലോക്ക് മൗണ്ടെയിൻ അല്ല, ആൽപ്സ് യൂറോപ്പിലാണ്, തെറ്റിപ്പോയി. സോ ഇത് ആക്ച്വലി അത്തരത്തിൽ തെറ്റാണെന്ന് ഓർത്തുക. അപ്പോൾ ഇതിൽ ഈ 2 പേഴ്സ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഈ 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ജോഗ്രഫി എന്നുള്ള 10ാമത്തെ ചോദ്യമാണ്. ഈസി ക്വസ്റ്റൻ ആണ്. ബിക്കോസ് NCERT ക്ലാസ് 6 NCERT പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ ഓഫ് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ക്ലാസ് 6 NCERT പഠിക്കണോ അല്ലെങ്കിൽ 11, 12 മാത്രം നോക്കിയാൽ പോരെ? ഈ ചോദ്യം ക്ലാസ് 6 NCERT നിന്ന് വന്നതാണ്. സോ ക്ലാസ് 6 NCERT പഠിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ക്ലാസ് 6 NCERT ചോദ്യം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സോ 6 to 12 NCERT. എനിവേ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. നമ്മൾ വേറെ ബുക്കൊന്നും റെഫർ ചെയ്യുന്നില്ല, ജസ്റ്റ് NCERT ആണ് റെഫർ ചെയ്യുന്നത്. സോ ക്ലാസ് 6 to NCERT മസ്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് ലേണേഴ്സിന്റെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. NCERTയിലും ഉള്ളതാണ്. സോ 10 ക്വസ്റ്റ്യൻ ജോഗ്രഫി എന്ന് ചോദിച്ചു, 9 എണ്ണം NCERT എന്നാണ്. 9 എണ്ണവും ലേണേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. 8 എണ്ണവും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് വി ഓൾറെഡി ടോട്ട് ഇറ്റ്, പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. സോ
ലാൻഡ് ഫ്രീ ഫോംസ് മൗണ്ടെയിൻസുമായി ബന്ധപ്പെട്ട ക്ലാസ് 26 ജോഗ്രഫിയിലെ ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വോസ്ജസ് മൗണ്ടെയിൻ യൂറോപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോക്ക് മൗണ്ടെയിൻ ആണ്, വോസ്ജസ് മൗണ്ടെയിൻ യൂറോപ്പിലാണ്. ചോദ്യത്തിൽ പറഞ്ഞത് അത് സെൻട്രൽ ഏഷ്യ ആണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെക്കൻഡ്, ഫോൾഡ് മൗണ്ടെയിൻസിനെ കുറിച്ച് പറയുമ്പോൾ യങ് ഫോൾഡ് മൗണ്ടെയിനിൽ ആൽപ്സിനെ പറയുന്നുണ്ട്. അപ്പോൾ ആൽപ്സ് യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്, ചോദ്യത്തിൽ ബ്ലോക്ക് മൗണ്ടെയിൻ ആണെന്ന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ്റെ നമ്മൾ അപ്പാൽച്ചിയനെ കാണാൻ വേണ്ടിയിട്ടും നോർത്ത് അമേരിക്ക ആണെന്ന് കാണാൻ വേണ്ടി പറ്റും. ഫോൾഡ് മൗണ്ടെയിൻ ആണ്, അപ്പാൽച്ചിയൻ ആണ്, നോർത്ത് അമേരിക്ക ആണ്. അപ്പോൾ നമ്മളിവിടെ ആകെ വിട്ടുപോയിട്ടുള്ളതാ ആൻഡീസിനെ കുറിച്ചാണ് അല്ലേ. ആൻഡീസിനെ ഫോൾഡ് മൗണ്ടെയിൻസിന്റെ ലൊക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ആൻഡീസിനെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ആൻഡീസ് മൗണ്ടെയിനെ കുറിച്ചിട്ട് സൗത്ത് അമേരിക്കയിലാണെന്ന് ഇതേ ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ക്ലാസ് 26 ലാൻഡ് ഫോംസ് മൗണ്ടെയിൻസ് അതിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റൻ ആണ്. നമ്മൾ കൃത്യമായിട്ട് മൗണ്ടെയിൻസ് അതിന്റെ ക്ലാസിഫിക്കേഷൻ അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളതാണ്. കുറച്ച് അതായത് ക്ലാസ് 6 NCERT എന്നുള്ള ഡാറ്റയാണ് എന്നുകൂടി ഇത് ഓർത്ത് വെക്കുക. ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തരും. ബട്ട് NCERT എന്നുള്ള ബേസിക് ഇൻഫർമേഷൻ ആണ് ക്വസ്റ്റ്യൻ ഫോം ആയിട്ട് വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. 11ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ദ ഫോളോയിങ് എയർപോർട്ട്: ധോനി പോളോ എയർപോർട്ട്, കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്, വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇൻ ദ റീസെന്റ് പാസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ് ആസ് എ ഗ്രീൻഫീൽഡ് പ്രൊജക്ട്. ഗ്രീൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ന്യൂലി കൺസ്ട്രക്റ്റഡ്. ഈ എയർപോർട്ടുകളിൽ ഏതൊക്കെയാണ് ന്യൂലി കൺസ്ട്രക്റ്റഡ് എന്നുള്ളതാണ് ചോദ്യമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മിക്കവാറും ആദ്യത്തെ 2 എയർപോർട്ടിന്റെ പേര് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവും. വിജയവാഡ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് ഫേമസ് ഉണ്ടാവും, പക്ഷേ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവർക്കല്ലാതെ ഈ വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചൊരു വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. സോ ഈ ക്വസ്റ്റിനെ ഞാനൊരു ടഫ് കാറ്റഗറിയിലേക്കാണ് പെടുത്തിയിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കിൽ പഠിക്കുന്നില്ല, ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമല്ല. അപ്പോൾ ആക്ച്വലി ഇതിലെ വിജയവാഡ എയർപോർട്ട് ഗ്രീൻഫീൽഡ് അല്ല, മറ്റ് രണ്ടും റീസെൻ്റ് ആയിട്ട് ഒരു 2021 ശേഷം ബിൽഡ് ചെയ്തിട്ടുള്ള എയർപോർട്ടുകളാണ്. സോ 1 and 2 ആണ്. ഇതൊരു ടഫ് ക്വസ്റ്റൻ ആയിട്ടാണ് ഞാൻ ഇതിനെ അനലൈസ് ചെയ്തിട്ടുള്ളത്. സോ ജോഗ്രഫി എന്നുള്ള 11ാമത്തെ ക്വസ്റ്റൻ ആണ്. ടഫ് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് വന്നിട്ടുള്ളതാണ്, പ്യുവർ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു, പക്ഷേ റീസെൻ്റ് ഒന്നും അല്ല, കറണ്ട് അഫയേഴ്സ് എന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് പറയാൻ പറ്റും. സ്വാഭാവികമായിട്ടും വളരെ ഓൾഡ് കറണ്ട് അഫയേഴ്സ് ആണ്, നമ്മൾക്ക് ആർക്കും കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ 11 ക്വസ്റ്റ്യൻസ് അതിൽ 2 ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 8 ഈസി ക്വസ്റ്റ്യൻസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 2022 അരുണാചൽ പ്രദേശിലെ ഒരു പുതിയ എയർപോർട്ട് ധോനി പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ എയർപോർട്ട് ബിൽഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് 2022 വാർത്തയാണെന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ 2023 ഡിസംബറിൽ ഉത്തർപ്രദേശിലെ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2023 ഡിസംബറിൽ വന്നിട്ടുള്ളതാണ് ഓർത്ത് വെക്കുക, കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. അത് അടുത്തത് 2023 മെയ് 10 വിജയവാഡ എയർപോർട്ടിന്റെ ടെർമിനൽ ബിൽഡിങ് 40% കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതായത് ടെർമിനൽ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇത് ഗ്രീൻഫീൽഡ് അല്ല, ഇത് ബ്രൗൺ ഫീൽഡ് ആണ്. ഓൾറെഡി ഉള്ള എയർപോർട്ടിന് എക്സ്റ്റൻഷൻ വർക്കാണ് നടക്കുന്നതായിട്ടുള്ളത്, അധികം വർക്കാണ് നടക്കുന്നത്. സോ എക്സ്റ്റൻഷൻ വർക്കാണ്, അപ്പോൾ 40% കംപ്ലീറ്റ്. സോ ഈ ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, മെയിലാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഗ്രീൻഫീൽഡ് അല്ല ബ്രൗൺ ഫീൽഡ് ആണെന്നുള്ള രീതിയിൽ അതിൽ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതായത് 3 എലിമിനേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് 1 ബാക്കി എല്ലാത്തിലും 3 ഉണ്ട്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം UPSCയുടെ എക്സാമിനർ ക്വസ്റ്റ്യൻ ഫോം ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് വിജയവാഡ എയർപോർട്ടിൽ എന്ത് നടക്കുന്നുണ്ട്, റിനോവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ടെന്ന് ഐഡിയ ഉണ്ടാവണം. സോ ദാറ്റ് നിങ്ങൾക്ക് ആൻസറിലേക്ക് അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കണം. അല്ലാതെ ഇന്ത്യയിലെ ഏതൊക്കെ എയർപോർട്ടുകളാണ് ഗ്രീൻഫീൽഡ്, പ്രത്യേകിച്ചും 2022 21 കറണ്ട് അഫയേഴ്സ് ഒന്നും ആരും പഠിച്ചു വരാൻ വേണ്ടി പോകുന്നു. സോ ദിസ് മേ ബി ദ ലോജിക്, എക്സാമിനറുടെ ലോജിക് ഇതായിരിക്കണം. ബട്ട് ഈ ഒരു വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ, അതായത് ഈ ഒരു വാർത്ത ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ചോദ്യത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടഫ് ക്വസ്റ്റൻ ആയിട്ടാണ് ഞാൻ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ വിത്ത് റെഫറൻസ് ടു വാട്ടർ വേപ്പർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്യാസ് ദ എമൗണ്ട് ഓഫ് വിച്ച് ഡിക്രീസസ് വിത്ത് അൾട്ടിറ്റ്യൂഡ് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ വാട്ടർ 3 രൂപത്തിലുണ്ട്, വേപ്പർ ഫോമിലുണ്ട്, ഗ്യാഷ്യസ് ഫോമാണ് വാട്ടർ വേപ്പർ എന്ന ബേസിക് ഇൻഫർമേഷൻ ആണ്. അത് ഉയരം കൂടുന്നതിനനുസരിച്ച്, കാരണം സമുദ്രത്തിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്, ഇത് മേലോട്ട് പോകുന്നതോറും കുറയും എന്നുള്ളത് ബേസിക് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ശരിയായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് പെർസെൻറ്റേജസ് മാക്സിമം അറ്റ് ദ പോൾസ്.
പോൾസിലാണ് മാക്സിമം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ജോഗ്രഫി ബേസിക്കലി പഠിച്ച എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും ഇത് തെറ്റായിട്ടുള്ളതാണ്. കാരണം എവിടെയാണോ ഹീറ്റ് കൂടുതൽ അവിടെയാണ് കൂടുതൽ വാപ്പറൈസേഷൻ നടക്കുക, അവിടെയാണ് കൂടുതൽ മോയ്സ്ചർ ഫോം ചെയ്യുക. സ്വാഭാവികമായിട്ടും ഹീറ്റ് എവിടെയാണ്, ഇക്വറ്റോറിയൽ പ്രദേശത്താണ് കൂടുതൽ, ഇപ്പോൾ പോൾസിലായിരിക്കില്ല. ഇത് ബേസിക് ഇൻഫർമേഷനാണ്. സോ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ്, ഓൺലി 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ടുള്ളത്. സോ ബേസിക് ക്വസ്റ്റൻ ആണ്. ജോഗ്രഫി എന്നുള്ള 12ാമത്തെ ചോദ്യമാണ്. ഈസി ക്വസ്റ്റൻ ആണ്, 9ാമത്തെ ഈസി ക്വസ്റ്റൻ ആണെന്ന് ഓർത്ത് വെക്കാം. ലേണേഴ്സിന്റെ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് 10ാമത്തെ ടോപ്പ് ക്വസ്റ്റൻ ആണ്. NCERT-യിലും ഇത് പറഞ്ഞിട്ടുണ്ട്, 10ാമത്തെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ലേണേഴ്സിന്റെ ക്ലാസ്സിൽ ഡേ 11 ക്ലാസ് 28 അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, വാട്ടർ വേപ്പർ ഈസ് എ വാരിയബിൾ ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ഇറ്റ് ഡിക്രീസസ് വിത്ത് അൾട്ടിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നുള്ളത്. എക്സാക്ട്ലി നോക്കുക, UPSC-യുടെ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് നോക്കുക. ബിക്കോസ് NCERT നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ക്ലാസ്സും NCERT നിന്നാണ്, അതുകൊണ്ടാണ് ഈ സിമിലാരിറ്റി വരുന്നതായിട്ടുള്ളത്. ഇൻ ദ വാം ആൻഡ് വെറ്റ് ട്രോപ്പിക്സ് 4%, ഡ്രൈ ആൻഡ് പോളാർ റീജിയൻസ് 1%, വാട്ടർ വേപ്പർ ഡിക്രീസസ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് പോൾസ്. അപ്പോൾ എവിടെ കൂടുതൽ? ട്രോപ്പിക്കൽ റീജിയനിൽ, അതായത് ഇക്വേറ്റർ അറൗണ്ട് ആയിട്ടുള്ള ട്രോപ്പിക്കൽ റീജിയനിലാണ് കൂടുതൽ, അറൗണ്ട് 4% വരെ വരും. ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ കുറയുകയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങൾക്ക് ആ ചോദ്യത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. സോ ഡയറക്ട്ലി ക്ലാസ് എന്നുള്ള ഒരു ചോദ്യമാണ്, ഡയറക്ട്ലി NCERT എന്നുള്ള ഒരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ 13ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ. ആനുവൽ ആൻഡ് ഡെയിലി റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ് ഈസ് ലോ. ആനുവൽ ആൻഡ് ഡെയിലി റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ് ഈസ് ലോ. ഇത് വായിക്കുമ്പോൾ നമുക്ക് ആദ്യം ഇക്വറ്റോറിയൽ റീജിയൻ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇക്വറ്റോറിയൽ റീജിയനിൽ നമുക്ക് ഏകദേശം സൂര്യൻ്റെ അളവ് സെയിം ആയതുകൊണ്ട് ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. പ്രിസിപ്പിറ്റേഷൻ ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ. ഏകദേശം ഭൂരിഭാഗം എല്ലാ ദിവസവും ഇക്വറ്റോറിയൽ റീജിയനിൽ മഴയുണ്ടാവും. സോ ഇക്വറ്റോറിയൽ റീജിയൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലേക്ക് വരിക. പ്രിസിപ്പിറ്റേഷൻ വാരീസ് ബിറ്റ്വീൻ 50 സെന്റിമീറ്റർ ടു 50 സെന്റിമീറ്റർ. ഇവിടെയാണ് നമുക്ക് ഡൗട്ട് വരിക. കാരണം ഇക്വറ്റോറിയൽ റീജിയനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ദിവസവും ഒരേപോലെയാണ്, സിമിലർ ക്ലൈമറ്റ് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ മഴയുണ്ടെങ്കിൽ ഏകദേശം ഒരേപോലെ ആയിരിക്കും എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റാണ്. സോ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ 50 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെ വാരിയേഷൻ, എല്ലാ ദിവസവും മഴയുണ്ടാവും, പക്ഷെ ചില ദിവസം 250 സെന്റിമീറ്റർ ആവും, ചില ദിവസം ഭയങ്കര കുറവായിരിക്കും എന്ന് പറയുന്നത് നമുക്ക് ഇക്വറ്റോറിയൽ റീജിയനെ സംബന്ധിച്ച് ഒരു ഡൗട്ട് വരും. UPSC നോക്കുക, നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റാണ്. ഓക്കെ, മനഃപൂർവ്വം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ഇവിടെ കൊടുത്തിരുന്നത്. ബിക്കോസ് ഇതിന്റെ ശരിയായ ഉത്തരം മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് ആണ്. ബിക്കോസ് ഈ ഫീച്ചർ മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് ആണ്. ഇത്രയും സ്പെസിഫിക് ഇൻഫർമേഷൻ എവിടെ നിന്ന് അറിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT ഡയറക്റ്റ് ഉള്ള ചോദ്യമാണ്. ഈ ഡാറ്റയൊക്കെ NCERT കൊടുത്തിട്ടുണ്ട്, അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇവിടെ UPSC ഈ ക്വസ്റ്റിനെ ഞാൻ ഈസി ക്വസ്റ്റൻ ആയിട്ട് വെച്ചില്ല, NCERT ആണെങ്കിൽ പോലും, ബിക്കോസ് ഇതൊരു മീഡിയം ലെവൽ ക്വസ്റ്റൻ ആയിട്ടാണ്. ടഫ് അല്ല, ബിക്കോസ് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്, നമ്മളെ തെറ്റിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമാണ്. സോ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ എപ്പോഴും 1ാമത്തെ ഓപ്ഷൻ വായിച്ച്, 2ാമത്തെ ഓപ്ഷൻ വായിച്ച്, 3ാമത്തെ ഓപ്ഷൻ വായിച്ച്, 4ാമത്തെ ഓപ്ഷൻ വായിച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് UPSC സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ D ആണ് എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതിനെ ഞാൻ 13ാമത്തെ ചോദ്യമാണ്, മീഡിയം കാറ്റഗറിയിലേക്കാണ് പെടുത്തിയിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞു, ബിക്കോസ് യു ഹാവ് ടു തിങ്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ട് വരും. ആ പ്രിസിപ്പിറ്റേഷൻ ഡാറ്റ മാച്ച് അല്ല. ലേണേഴ്സിന്റെ ക്ലാസ്സിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഡാറ്റ കൃത്യമായിട്ട് അതേപോലെ പറഞ്ഞിട്ടുണ്ട്. NCERT-യിലും അതേപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആദ്യം ഞാൻ ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള ക്ലൈമറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റിനെ ഇക്വേറ്ററിന് അടുത്താണ് കാണുന്നത്. അപ്പോൾ ഇവിടെ റെയിൻഫോൾ ഒക്കേഴ്സ് എവറി മന്ത്, എവറി ഡേ ഈസ് ദ സെയിം. അപ്പോൾ ഇത് ശരിയാണ്. ടെമ്പറേച്ചർ ഈസ് യൂണിഫോംലി ഹൈ ആൻഡ് ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് നെഗ്ലിജിബിൾ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ട് ശരിയാണ്. ബട്ട് ഇവിടുത്തെ തേർഡ് സ്റ്റേറ്റ്മെന്റിലാണ് പ്രശ്നം വരുന്നതായിട്ടുള്ളത്. റെയിൻഫോൾ എല്ലാ ദിവസവും ഒരേപോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാവും. ഇതാണ് നമ്മുടെ ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. ഇത് ജോഗ്രഫിയുടെ 47ാമത്തെ ക്ലാസ്, വേൾഡ് ക്ലൈമറ്റിനെ സംബന്ധിച്ചുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇത് ആണ് പല ആൾക്കാരും തെറ്റിക്കുക. പക്ഷേ ഇതിന്റെ ആക്ച്വൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ക്ലാസ് 48ാമത്തെ ക്ലാസ്സിലുണ്ട്. വേൾഡ് ക്ലൈമറ്റ് 2 പറയുന്നുണ്ട് മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് ഉണ്ട്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ പ്രദേശത്തൊക്കെയുള്ള ക്ലൈമറ്റ് ആണ്. ഡ്യൂ ടു മറൈൻ ഇൻഫ്ലുവൻസ് ടെമ്പറേച്ചർ ഈസ് മോഡറേറ്റ് ഇൻ വിന്റർ ആൻഡ് വാർമർ ഫോർ ദ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ടെമ്പറേച്ചർ റേഞ്ച് പറയുന്നത് ആനുവൽ ആൻഡ് ഡെയിലി റേഞ്ചസ് ഓഫ് ടെമ്പറേച്ചർ ആർ സ്മോൾ. എക്സാക്ട്ലി UPSC ക്വസ്റ്റ്യനിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിസിപ്പിറ്റേഷൻ ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ. എക്സാക്ട്ലി UPSC സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിസിപ്പിറ്റേഷൻ വാരീസ് ഗ്രേറ്റ്ലി ഫ്രം 50 to 250 സെന്റിമീറ്റർ. എക്സാക്ട്ലി UPSC ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ആ ട്രിക്കി പാർട്ട് വരുന്നതുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെ തെറ്റിക്കാനുള്ള ഓപ്ഷൻസ് കൂടി അവിടെ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വാർണിംഗ് തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഡാറ്റ മാച്ച് ആവുന്നത്
മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റിനാണ്. ആക്ച്വലി ഒരുപാട് ക്ലൈമറ്റ് സിസ്റ്റത്തിൽ നിന്ന് പഠിച്ചാൽ കോപ്പൻ ക്ലാസിഫിക്കേഷനുള്ള ജസ്റ്റ് NCERT എന്നുള്ള ഡയറക്റ്റ് ഡാറ്റയാണ് UPSC ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഞാൻ മീഡിയം ലെവലിലേക്കാണ് ക്വസ്റ്റിനെ പെടുത്തിയിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം 14ാമത്തെ ചോദ്യമാണ്. വിത്ത് റെഫറൻസ് ടു കൊറിയോളിസ് ഫോഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. വിൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വിൻഡ് വെലോസിറ്റി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് മാക്സിമം അറ്റ് ദ പോൾസ് ആൻഡ് ആബ്സെന്റ് അറ്റ് ദ ഇക്വേറ്റർ. ഇതും ശരിയാണ്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ബോത്ത് 1 and 2 ആണ് കറക്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കൊറിയോളിസ് ഫോഴ്സിനെ വെച്ച്. ജോഗ്രഫി എന്നുള്ള 14ാമത്തെ ചോദ്യം ഈസി ക്വസ്റ്റൻ ആണ്. 10 ഈസി ക്വസ്റ്റൻ ആണ്. ലേണേഴ്സിന്റെ 12ാമത്തെ ക്വസ്റ്റൻ ഓൾറെഡി ഈ ടോപ്പിക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു. NCERT എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ലേണേഴ്സിന്റെ ക്ലാസ്സിൽ ഫോഴ്സസ് ഓൺ വിൻഡ്സ് എന്ന് പറഞ്ഞ 36ാമത്തെ ക്ലാസ്സിൽ കൊറിയോളിസ് ഫോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡിഫ്ലക്ഷൻ ഈസ് മോർ വെൻ ദ വിൻഡ് വെലോസിറ്റി ഈസ് ഹൈ. അതായത് കൊറിയോളിസ് ഫോഴ്സ് കാരണമാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. സോ വിൻഡ് വെലോസിറ്റി ഹൈ ആയിരിക്കാണ് കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. കൊറിയോളിസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്, മാക്സിമം അറ്റ് ദ പോൾസ് ആൻഡ് ആബ്സെന്റ് അറ്റ് ദ ഇക്വേറ്റർ. എക്സാക്ട്ലി ദ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇവിടെ കൊറിയോളിസ് ഫോഴ്സിന്റെ അളവും മറ്റും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ക്ലാസ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, NCERT എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഈസി ക്വസ്റ്റൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. June 21 every year which of the following latitude experience sunlight more than 12 hours എന്നാണ് പറയുന്നത്. മോർ ദാൻ 12 hours. ഓർത്ത് വെക്കാം, മോർ ദാൻ 12 hours. ശ്രദ്ധിക്കണം, മോർ എന്ന വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേറ്ററിൽ എല്ലാ ദിവസവും ഒരേ സമയമാണ്. സോ ആക്ച്വലി 12 hours ആണ് വരിക. അപ്പോൾ നിങ്ങൾ ഇക്വേറ്റർ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോയി. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ സൗത്തിലാണ് വരിക. സോ ആൻസർ 2 and 4 ആണ് വരിക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ജൂൺ 21 നമ്മുടെ സമ്മർ സോളിസ്റ്റിസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റൻ ആണ്. ജോഗ്രഫി എന്നുള്ള 15ാമത്തെ ചോദ്യം ഈസി ക്വസ്റ്റൻ ആണ്. 11ാമത്തെ ചോദ്യമാണ്. ലേണേഴ്സിന്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. NCERT വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി ജോഗ്രഫിയിൽ 7ാമത്തെ ക്ലാസ് സീസൺസ് 1 കുറിച്ച് പറയുമ്പോൾ നമ്മൾ സമ്മർ സോളിസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്. നോർത്ത് പോൾ ഈസ് ഇൻക്ലൈൻ ടുവേർഡ്സ് സൺ ആണ്. ദെർഫോർ അവിടെ നോർത്ത് പോളിൽ 24 hours സൺലൈറ്റ് ആയിരിക്കും. സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. ഡാർക്ക്നെസ് ആയിരിക്കും. സൗത്ത് പോളിൽ ട്രോപ്പിക് ആയിരിക്കും, ഇതായിരിക്കും. അപ്പോൾ സൺ വെർട്ടിക്കലി ഫോൾസ് ഓൺ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോങ് ഡേയ്സ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ആയിരിക്കും. അതായത് 12 മണിക്കൂർ ഡേയും 12 മണിക്കൂർ നൈറ്റും ആയിരിക്കും ഇക്വേറ്ററിൽ. ലോങ് ഡേയ്സ് ആയിരിക്കും എബോവ് ഇക്വേറ്റർ. ഓക്കെ, സൺ നെവർ സെറ്റ്സ് ഏകദേശം 60 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺ നെവർ സെറ്റ്സ് സിറ്റുവേഷനിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ അടുത്ത സൈഡ് നോക്കി കഴിഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേയ്സ് ആർ ലോങ്ങർ ദാൻ ദ നൈറ്റ്. അതായത് 12 ഈക്വൽ എന്ന് പറഞ്ഞാൽ 12 ഡേയ്സ് ആർ ലോങ്ങർ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിലധികം. സമ്മർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, വിന്റർ ഇൻ ദ സൗത്തേൺ. ജൂൺ 21 ഈസ് നോൺ എ സമ്മർ സോളിസ്റ്റിസ് എന്നുള്ളതാണ്. ബേസിക്കലി ഈ ഒരു കാര്യം തന്നെയാണ് UPSC അവിടെ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ഇപ്പം നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി NCERT എന്നുള്ള കണ്ടന്റ് ആണ്. എക്സാക്ട്ലി ലേണേഴ്സിന്റെ ക്ലാസ്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ which of the following regions has the world's largest tropical peatland which holds about 3 years worth of global carbon emission from fossil fuels and the possible destruction of which can exert detrimental effect on global climate? Which of the following denotes the region? അപ്പോൾ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്. എക്സാക്ട്ലി എവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു പീറ്റ്ലാൻഡ്, ലാർജസ്റ്റ് ട്രോപ്പിക്കൽ പീറ്റ്ലാൻഡ് ഉള്ള സ്ഥലം ഉള്ളത് എന്നറിയെങ്കിൽ മാത്രമേ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇതിന്റെ ഉത്തരം കോങ്കോ ബേസിനാണ്. സ്വാഭാവികമായിട്ടും എക്സാക്ട് ഇൻഫർമേഷൻ വേണം. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ പറഞ്ഞ മറ്റൊരു സ്ഥലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ നമുക്ക് ഓപ്ഷന് ഉത്തരത്തിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഈസ് എ ടഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ പെടുത്തിയിരിക്കുന്നത്. സോ ജോഗ്രഫിയിൽ നിന്ന് 16th ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഇസ് എ ടഫ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ പ്യുവർലി ഫ്രം ദ കറണ്ട് അഫയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് അല്ല എന്നുകൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് ആക്ച്വലി 2022 ആഗസ്റ്റിലെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഇതേ ടോപ്പിക്ക് തന്നെ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന മാഗസിനിലും ഓൺലൈൻ മാഗസിനിലും ഈ ഒരു സമയത്ത് 2022 വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ഒരു ചോദ്യമാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് കോങ്കോ ബേസിൻ പീറ്റ്ലാൻഡ്സ് essential for climate change essential ആയിട്ടുള്ള ഇറ്റ് ഹെൽഡ് ദ ട്രോപ്പിക്കൽ പീറ്റ് ലാർജസ്റ്റ് സ്റ്റോക്ക് ഓഫ് കാർബൺ ഹെൽഡ് ഇൻ ദ ട്രോപ്പിക്കൽ പീറ്റ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. എക്സാക്ട്ലി ഈ ഒരു ആർട്ടിക്കിൾ ബേസ്ഡ് ആയിട്ടാണ് കുറച്ചും അല്ലെങ്കിൽ ഡൗൺ ടു എർത്തിൽ വന്നതാണ്. രണ്ടിലും 2022 വന്നത്. എനിവേ നമ്മൾ 2023 കറണ്ട് അഫയേഴ്സ് ആണ് നോർമലി നോക്കുക. സോ ഇറ്റ്സ് എ വെരി വെരി ടഫ് ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ആർക്കെങ്കിലും ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എക്സാക്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ
ഇത്തരത്തിൽ 16 ക്വസ്റ്റ്യൻസ് ആണ് ജിയോഗ്രഫി എന്ന് വന്നതുള്ളത്. ജിയോഗ്രഫി സെറ്റ് ചെയ്യുന്നുള്ള ആദ്യത്തെ 16 ചോദ്യങ്ങൾ. അപ്പോൾ സെറ്റ് എ കിട്ടിയ ആൾക്ക് ജിയോഗ്രഫി നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് നല്ല സന്തോഷമുള്ള ഒരു എക്സാം ആയിരിക്കും ഇത് ഉണ്ടാവുക. ബിക്കോസ് ആദ്യം ചോദിച്ചാൽ ഒരുപാട് സിമ്പിൾ. അപ്പോൾ നമ്മൾ ഈ ഒരു അനാലിസിസിന്റെ ഒരു കംപ്ലീറ്റ് മെട്രിക്സ് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജിയോഗ്രഫിയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16 ചോദ്യങ്ങളാണ് ഉണ്ടായത്. നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം ജിയോഗ്രഫി നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ജിയോഗ്രഫിയിൽ നിന്ന് ഈ 16 ചോദ്യങ്ങൾ അത്യാവശ്യം നല്ലോണം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ 11 ചോദ്യങ്ങൾ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 22 മാർക്കുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പം നേടിയെടുക്കാൻ വേണ്ടി പറ്റും ജിയോഗ്രഫിയിൽ നിന്ന് മാത്രം. 2 ചോദ്യംസ് മീഡിയം ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ 4 മാർക്കും കിട്ടുക വലിയ ബുദ്ധിമുട്ടില്ല. 3 ചോദ്യങ്ങൾ ടഫാണ്. ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 ചോദ്യങ്ങൾ കിട്ടാൻ നിങ്ങൾ എക്സാക്ട്ലി ഇൻഫർമേഷൻ വേണം. ഓർത്ത് വെക്കുക, UPSC നമ്മുടെ ഉദ്ദേശം പ്രിലിംസിൽ 200 സ്കോർ ചെയ്യുക എന്നൊന്നുമല്ല, നമുക്ക് കട്ട് ഓഫിന് മേലുള്ള ഒരു സ്കോർ മാത്രം മതി. സോ ടഫ് ക്വസ്റ്റ്യൻസ് UPSC ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. നമ്മൾ എത്ര പഠിച്ചാലും ഇൻകംപ്ലീറ്റ്നെസ് ഫീലിംഗ് ഉണ്ടാവും. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് മിസ്സാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കൊരു കംപ്ലീറ്റ് സ്റ്റഡീസ് പറ്റില്ല. സോ ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ 16ൽ 13 ക്വസ്റ്റ്യൻസും നമ്മൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? സ്റ്റാറ്റിക്കും കറണ്ട് അഫയേഴ്സും സ്റ്റാൻഡേർഡ് ബുക്കായിട്ടുള്ള NCERT ബേസ് ചെയ്ത് പഠിച്ച് റിവിഷൻ ചെയ്ത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് എന്ന് ഓർത്ത് വെക്കേണ്ടത്. അതായത് 16ൽ 13 ദാറ്റ്സ് എ ഹ്യൂജ് നമ്പർ. നമുക്ക് 26 മാർക്ക് നേടാനുള്ള സ്കോപ്പ് ഉണ്ട്. അതിൽ 22 മാർക്ക് ഷുവർ ഷോട്ടാണ് ഫ്രം ജിയോഗ്രഫി എന്ന് ഓർത്ത് വെക്കണതാണ്. ഇനി കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള റിലവൻസ് നോക്കി കഴിഞ്ഞാൽ CA റിലേറ്റഡ് ആയിട്ടുള്ള 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ CA റിലേറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിക്കിൽ പഠിക്കുന്നുണ്ട് സെയിം ടോപ്പിക്ക്, അതേ ടോപ്പിക്ക് തന്നെ ന്യൂസ് പേപ്പറിലും വരുന്നുണ്ട്. സോ ന്യൂസ് പേപ്പറിൽ ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ നമ്മൾ സ്റ്റാറ്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് 3 ക്വസ്റ്റ്യൻസ് അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് കണ്ടപ്പോൾ നമ്മൾ സ്റ്റാറ്റിക്ക് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾക്ക് കിട്ടുമായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. പ്യുവർലി കറണ്ട് അഫയേഴ്സ് എന്നുള്ള 3 ചോദ്യങ്ങൾ വന്നു. ഈ 3 ചോദ്യങ്ങളെയാണ് ഞാൻ എന്തായിട്ടുള്ളത് ടഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഈ പ്യുവർലി കറണ്ട് അഫയേഴ്സ് വന്ന ചോദ്യങ്ങളിൽ 2023 ഇത് 2 ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ളത് ഒരു ചോദ്യം ഉണ്ട്. 2022 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഏത് വർഷം മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണം എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ 2022 2021 ഒക്കെ പോയിട്ട് നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിൽക്കത്തില്ല. സോ സ്വാഭാവികമായിട്ടും ഫോക്കസ് ഓൺ 2023 ഓൺവേർഡ്. 24ന് 2023 ഫോക്കസ് ചെയ്യുക, 25ന് 24 മുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ സോ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഇൻപുട്ട് കിട്ടി. ഇനി ലേണേഴ്സിന്റെ ക്ലാസ്സുകൾ എത്ര എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ NCERT അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്ക് എത്ര എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ മൊത്തം ചോദിച്ച 16 ചോദ്യത്തിലെ 13 ചോദ്യങ്ങൾ, അതായത് നമ്മൾ ഈസി മീഡിയം ചോദ്യങ്ങൾ, പ്യുവർ CA അല്ലാത്ത എല്ലാ ചോദ്യങ്ങളും NCERT നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ജിയോഗ്രഫിക്ക് ക്ലാസ് 6 to 12 NCERT റിഗറസ്ലി പഠിക്കുക, റിഗറസ്ലി റിവിഷൻ ചെയ്യുക, അതിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രിലിംസിന് ജിയോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡയറക്ട്ലി ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ലേണേഴ്സിന്റെ ക്ലാസ്സുകൾ നോക്കിയാൽ ലേണേഴ്സിന്റെ ക്ലാസ്സസ് NCERT സ്റ്റാൻഡേർഡ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. സോ ഓൾ ദ NCERT കണ്ടന്റ്സ് ആർ കവേർഡ് ഇൻ ലേണേഴ്സിന്റെ ക്ലാസ്. സോ ലേണേഴ്സിന്റെ ക്ലാസ്സിൽ എല്ലാ 13 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 16ൽ 13 ചോദ്യങ്ങളും ക്ലാസ്സിൽ കവേർഡ് ആണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ലേണേഴ്സിന്റെ ക്ലാസ് ജിയോഗ്രഫി കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നോക്കുക. അതായത് ലേണേഴ്സിന്റെ ജിയോഗ്രഫി ക്ലാസ് NCERT ബേസ്ഡ് ആണ്. 50 മണിക്കൂറിലധികം ക്ലാസ്സുകളുണ്ട്. അപ്പോൾ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ടെസ്റ്റുകൾ നിങ്ങൾക്ക് ജിയോഗ്രഫി ബേസ്ഡ് ആയിട്ട് അവൈലബിൾ. ഇത് സബ്ജക്ട് ക്ലാസ് ആണ്. അപ്പോൾ ഇതിന് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 2499 രൂപയാണ്. 30 ദിവസങ്ങൾ കൊണ്ട് ഒരു ദിവസം 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജിയോഗ്രഫി, അതായത് 60 മണിക്കൂർ നിങ്ങൾക്ക് കൊണ്ട് ജിയോഗ്രഫി കവർ ചെയ്യാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ് NCERT കവേർഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 16ൽ 13 ചോദ്യം, അതായത് NCERT എന്ന് വന്നാൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്കിൽ നിന്ന് വന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ഇത് ഒരു ഓപ്ഷനാണ്. ഇൻ കേസ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അൺലിമിറ്റഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിലും ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അൺലിമിറ്റഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അൺലിമിറ്റഡിന്റെ ഫീസ് എന്ന് വെച്ചാൽ ഒരു മാസത്തേക്ക് 1799 രൂപയാണ്. ഇത് ജിയോഗ്രഫി മാത്രം പഠിക്കണം എന്നുണ്ടെങ്കിലാണ് 2499. അൺലിമിറ്റഡ് ആണെങ്കിൽ ഒരു മാസത്തേക്ക് 1799 നിങ്ങൾക്ക് ഈ എല്ലാ സബ്ജക്റ്റും എക്കണോമി, പൊളിറ്റി, ജിയോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, CSAT, അങ്ങനെ ഇന്റർണൽ സെക്യൂരിറ്റി, അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഉണ്ട്. ഓഫർ പ്രൈസ് എന്ന് വെച്ചാൽ ജിയോഗ്രഫിക്ക് നിങ്ങൾ ഈ ഒരു ജൂലൈ 15-നകം ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2100 രൂപ
ഫീസിൽ നിങ്ങൾക്ക് ജിയോഗ്രഫിയിൽ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയത്ത് അൺലിമിറ്റഡിലാണെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപ പെർ മന്ത് എന്ന രീതിയിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ജിയോഗ്രഫി കൃത്യമായിട്ട് പഠിക്കണം, NCERT ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കണം. അടുത്ത വർഷം 2025 ജിയോഗ്രഫിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ UPSC സിമിലർ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം, കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ആ ഒരു 22 മാർക്ക് അല്ലെങ്കിൽ 26 മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERT കൃത്യമായിട്ട് പഠിക്കുക. NCERT പഠിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ലേണേഴ്സിൻ്റെ ക്ലാസ്സുകളിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7306876902 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റു സമയങ്ങളിലാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിൽ കോഴ്സിൽ എൻറോൾ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള അടുത്തത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷൻ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.